ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ വിക്രമിന്റെ പുതിയ സിനിമ വീര ധീര ശൂരൻ കണ്ടു. അടിപൊളി സിനിമ, സൂപ്പർ സിനിമ. ഇത് SU അരുൺകുമാർ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അടിപൊളി വർക്കായിരുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ദിവസം രാത്രി നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ആ സിനിമ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത് സിനിമയിലേക്കാണ് ഇന്നാവാണ്. പിന്നെ ഒരു ക്യൂരിയോസിറ്റിയാണ് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഇന്റർവെൽ ആവുന്നത് നമ്മൾ അറിയില്ല. അത്രയും സ്പീഡിലാണ് ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്റർവെൽ കഴിഞ്ഞിട്ട് ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതും സിനിമേനെ ഒട്ടും സ്ലോ ആക്കുന്നില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ആ ഫ്ലാഷ് ബാക്ക് സീനും എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് വന്ന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതിൽ എടുത്തു പറയേണ്ടത് വിക്രമിന്റെ പെർഫോമൻസ് ആണ്. വിക്രം ആ സ്ക്രീൻ പ്രസൻസ് എന്ത് രസമാണ് വിക്രമിനെ സ്ക്രീനിൽ കാണാനായിട്ട്. ഒരുപാട് നാളായി വിക്രമിന്റെ ഇതുപോലെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിട്ട്. അടിപൊളിയായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെ കുറെ സീനുകളുണ്ട്, നമുക്ക് തിയേറ്ററിൽ കൈയടിച്ച് മരിക്കാൻ പറ്റുന്ന ഒരു കുറെ സീനുകളുണ്ട്. ശരിക്കും തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് ഈ സിനിമ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സിനിമയാണ്. വിക്രമിന്റെ ലാസ്റ്റ് വന്ന മഹാൻ OTT വന്നപ്പോൾ ഒരുപാട് പഴി കേട്ടായിരുന്നു ഇത് തിയേറ്ററിൽ ഇറക്കേണ്ട സിനിമയാണ്. അപ്പൊ ആ വിക്രം ഫാൻസിനൊക്കെ ഇത് തിയേറ്ററിൽ മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ വിക്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് സുരാജ് വെഞ്ഞാറമൂടിന്റെ ആണ്. പുള്ളിയാണ് ഈ സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ആ ഒരു തമിഴ് ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നന്നായി അടിപൊളിയായിട്ട് തന്നെ പുള്ളി അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ വിക്രമിന്റെ നായികയായിട്ട് വരുന്നത് തുഷാര വിജയനാണ്. ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. ആ ഓരോ സീനുകളും അത് ഇന്റൻസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. അതിന്റെ ഇരട്ടിയായിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ പഞ്ച് കൊടുക്കുന്നത്. നമ്മുടെ GV പ്രകാശ് കുമാറാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അടിപൊളി വർക്കായിരുന്നു. പിന്നെ തേനീശ്വറാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒരുപാട് നൈറ്റ് ഷോട്ടുകളൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതും നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ. നല്ല രസമാണ് ആ സ്ക്രീനും ആ ഫ്രെയിമുകളൊക്കെ കാണാൻ. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി എന്നാണ് ധീര വീര ശൂരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യണം ഈ സിനിമ. അത്രയും അടിപൊളിയാണ് ഈ ഫിലിം. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.